ബോഡിയും ഹൈയും മാത്രമല്ലേ നോക്കുള്ളൂ. അതെ അതെ, സെൽ ക്യാൻഡിലിൽ ലോ ആയിട്ട് നോക്കണ്ട. ലോ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിങ്ങിന്റെ ലോ ആയിട്ട് നോക്കിയാൽ മതി. എന്തായിരിക്കും സ്വിങ്ങിന്റെ ലോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സ്റ്റോപ്പ് ലോസ്. അല്ല, നമ്മൾ എന്താണ് അവർ വിളിക്കുന്ന പേര്? എന്തുകൊണ്ടാണ് സെൽസ് ലിക്വിഡിറ്റി? എന്താണ് അവിടെ ഉള്ളത്? എക്സാക്ട്ലി, ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെൽസ് ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു സെൽസ് ലിക്വിഡിറ്റി വന്നിട്ട് മാർക്കറ്റ് അധികം താഴത്തേക്ക് പോയിട്ടില്ല. മാർക്കറ്റ് അവിടെ വന്ന് സെൽസ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ ലിക്വിഡിറ്റീസ് ഉണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി എന്താണ് ഇവിടെ? ബുള്ളിഷ് എഫ്ഇജി. മനസ്സിലായില്ലേ? നമുക്കിങ്ങനെ പല പല കോൺഫ്ലുവൻസുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണത്. ഓക്കെ, ലോജിക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എനിവൺ ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞില്ലേ മറ്റേ ഹൈ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇവിടെ അല്ലേ, ഈ കേസിലല്ലേ? അതൊക്കെ എൻട്രീസ് വരുന്നതിനനുസരിച്ചാണ് ബ്രോ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒപ്പോസിറ്റ് ലിക്വിഡിറ്റി ആയിട്ട് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒപ്പോസിറ്റ് ലിക്വിഡിറ്റി ആയിട്ട് ഈ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടില്ലേ? ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ പൊസിഷൻസ് ഇതൊക്കെ ഇത്രയും വലിയ മൊമെന്റോ ഒന്നും ഇൻട്രാഡേ ട്രേഡേഴ്സിന് ക്യാപ്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇൻട്രാഡേ ട്രേഡേഴ്സ് നമ്മൾ ഇതിപ്പോൾ 1 ഡേ ഫ്രെയിമിൽ ഞാൻ പറയണത്, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സിനേരിയോ മാത്രം പറയണേ. അപ്പോൾ നമ്മുടെ എൻട്രീസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ലിക്വിഡിറ്റി സ്ട്രോങ് ആണെന്നുള്ളത് നമ്മൾ പി ഡി മെട്രിക് സർവേ വെച്ചിട്ടാണ് നോക്കുന്നത്. സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളിവിടെ നമ്മുടെ പൊസിഷൻസ് ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അത് പിന്നെ റീ എൻട്രി ചെയ്യണത് ഈ ഒപ്പോസിറ്റ് ലിക്വിഡിറ്റി വീക്കായി കഴിയുമ്പോഴായിരിക്കും എന്ത്, നമുക്ക് വീണ്ടും ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് എന്താണ് ഡയറക്ട്ലി വന്ന് അടിച്ചു കയറി പൊക്കത്തേക്ക് പോയിട്ടില്ല. മാർക്കറ്റ് എന്താ ചെയ്തേക്കണം ഇവിടെ? ആക്ച്വലി മാർക്കറ്റ് പൊക്കത്തേക്ക് വന്നു, ഒരു ചെറിയ റീട്രേസ്മെന്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ ഒരു ബെയർ സ്കാനിൽ നിങ്ങൾക്ക് കാണുന്നില്ല ഇവിടെ? മനസ്സിലായി? അതൊരു റീട്രേസ്മെന്റാ. ലോ ടൈം ഫ്രെയിംസിൽ പോകുമ്പോൾ ഒരു 1 hour ടൈം ഫ്രെയിമിലൊക്കെ പോകുമ്പോൾ അതൊരു റീട്രേസ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്താ ഒരു റീട്രേസ്മെന്റ് വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് അടുത്ത ജേണി പോയേക്കണം. സോ അപ്പൊ നമുക്ക് എന്തേ അവിടെ റീ എൻട്രി ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് എൻട്രീസ് നോക്കാവുന്നതാണ് അവിടെ. ഓക്കെ, ലോജിക്ക് മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, നമുക്കിനി ഈ പറഞ്ഞ ഓർഡർ ബ്ലോക്കിന്റെ തന്നെ വേറൊരു ചാർട്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോ നമ്മൾ പറഞ്ഞത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിന്റെ സെക്കൻഡ് കേസ് സിനാരിയോ ആണ്. ഇപ്പൊ ഈ ഒരു കേസിൽ പറയുമ്പോ ഇവിടെയും കാണാം, നിങ്ങൾക്ക് ഇവിടെയും സ്പോട്ട് ചെയ്താൽ കാണാം. ഇതെന്താണ് നമ്മുടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്? പറഞ്ഞേ. ഓർഡർ ബ്ലോക്ക്. എന്ത് ഓർഡർ ബ്ലോക്കാ? ഫസ്റ്റ് കേസ് സിനാരിയോ. എക്സാക്ട്ലി, അങ്ങനെ തന്നെ പറയണം. ഫസ്റ്റ് കേസ് സിനാരിയോടെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ് ഇവിടെ. അവിടെ എന്തായിരിക്കും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണത്? സെൽസ് അല്ലേ അവിടെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യാ? പോരട്ടെ, പറ. ഈ ബൈസ്. അതെ. അപ്പോൾ ഇവിടെ വന്നു, ബൈസ് നടന്നിട്ടുണ്ട്. ഈ ക്യാൻഡിൽ എന്താണ് ഇവിടെ? ഈ ക്യാൻഡിൽ എന്തായിരിക്കും നമ്മുടെ ഈ ഒരു അവസാനമായിട്ട് സെല്ല് നടന്നേക്കുന്ന ഈ ഒരു ക്യാൻഡിൽ എന്തായിരിക്കും? ഓർഡർ ബ്ലോക്ക്. ഓർഡർ ബ്ലോക്ക് സെക്കൻഡ് കണ്ടീഷൻ. എന്തുകൊണ്ടാണ് അത് സെക്കൻഡ് കണ്ടീഷൻ ആയിരിക്കുന്നത്? എക്സാക്ട്ലി, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. എവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിരിക്കുന്നത്? ഓർഡർ ബ്ലോക്കിന്റെ ബ്രേക്ക് നടന്ന സ്ഥലത്ത്. കണ്ടില്ലേ? നിങ്ങൾക്കിപ്പോ നിങ്ങളെ കൊണ്ട് തന്നെ അത് പറയിപ്പിച്ച്. ഇങ്ങനെയാണ് നമ്മൾ ചാർട്ടിനെ റീഡ് ചെയ്യാനായിട്ട്. ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യണ പോലെ തന്നെ റീഡ് ചെയ്ത് അങ്ങ് പോകണം. ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ലോജിക്ക് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്തുകൊണ്ട് ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യണത് പോലെ തന്നെ ഇത് പറയണമെന്ന് ഞാൻ പറഞ്ഞത്? മനസ്സിലായല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താ സംഭവിച്ചേക്കണം? മാർക്കറ്റ് ഞാനിപ്പോൾ അതിന്റെ ഹൈ വെച്ചിട്ട് ഒരു OB, ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് അവിടെ പ്ലോട്ട് ചെയ്യാം. ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എടുത്തു. ഓക്കെ, നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ വെച്ച് ബ്രേക്ക് കിട്ടി. കാരണം അടുത്ത ദിവസം വന്ന് റീട്രേസ് ചെയ്തു. അവിടെ ഓർഡേഴ്സ് എടുത്തിട്ട് എന്താ അടുത്ത ദിവസം സംഭവിച്ചേക്കണം? മാർക്കറ്റ് എന്താ സംഭവിച്ചേക്കണം? അപ്പിലേക്ക് പോയി. എക്സാക്ട്ലി, അതിനടുത്ത ദിവസം മാർക്കറ്റ് അവിടെ നിന്ന് റീട്രേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ഓപ്പോസിറ്റ് ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ വേറെ ബുള്ളിഷ് ഓബീസ് ഉണ്ടായിരുന്നു. ഇവിടെ ബുള്ളിഷ് അല്ല, ഈ ഒരു കേസിൽ പറയുമ്പോൾ ബെയറിഷ് ഓബി ഉണ്ടായിരുന്നു. ആ ബെയറിഷ് ഓബിയുടെ റിസൾട്ട് ആയിട്ടാണ് എന്ത് മാർക്കറ്റ് ഇവിടെ ഡൗൺ അയക്കണത്. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ലിക്വിഡിറ്റിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് പറയിടാവണ്ട. അതിന്റെ റീസൺസ് ഒക്കെ നമുക്ക് ഇവൻച്വലി അടുത്തടുത്ത ടോപ്പിക്കുകളിൽ പയ്യെ പഠിച്ചു. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലും കൂടെ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. എന്തെന്നുള്ളത് ഇപ്പൊ ഓരോരോ ഡോട്ട്സ് ആണ് ഇട്ട് തന്നെ എന്നുള്ളത്. മനസ്സിലായില്ലേ? അത് ഇവൻച്വലി നമ്മളിങ്ങനെ പോകും തോറും എന്താ കണക്ട് ചെയ്ത് പോകും നമ്മൾ. ഇത് മനസ്സിലായി? ഞാനതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പറഞ്ഞിട്ട് ഓർഡർ ബ്ലോക്കിന്റെ സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞു തന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്കിന്റെ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? എനിവൺ? ഓക്കെ, ഫൈൻ.
അപ്പൊ നമുക്ക് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പഠിച്ചു, ഫെയർ വാല്യൂ ഗ്യാപ്പും പറഞ്ഞു, ഓർഡർ ബ്ലോക്കിന്റെ സെക്കൻഡ് കണ്ടീഷനും പഠിച്ചു നമ്മൾ. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.